Hi guys, this is Comedy Kabab versus Comedy Kabab reality show. Guys, this is the reality. This is reality. First, what actually happened? Guys, ആദ്യം ഞാൻ മലയാളത്തിൽ പറയാം. ഗായ്സ്, എൻ്റെ കാലിൽ ഒരു പൂച്ച മാന്തി. അത് ഞാൻ പേടിച്ചു, റാബീസാണോ പേടിച്ചിട്ട് 1 വീക്ക് വരെ എനിക്ക് സിവിയർ പനിയായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു റാബീസൊക്കെ പകർന്നു, അങ്ങനെ എങ്ങനെയായിട്ട് ടെൻഷനിൽ പനി, കുറേ ഡോക്ടേഴ്സിൻ്റെ പിന്നാലെ ഓടി, അങ്ങനെ എങ്ങനെയായിട്ട് ഓടി. പിന്നെയും മനസ്സിലായില്ല റാബീസാണോ. പക്ഷേ ഈ റാബീസിൻ്റെ ഫിയർ എൻ്റെ മൈൻഡിലുണ്ടായിരുന്നു. ഓക്കെ, ഇതാണ് ആക്ച്വലി സംഭവിച്ചത്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒരു വലിയ ഹോസ്പിറ്റലിലേക്ക് പോവാം, റാബീസ് ചെക്ക് ചെയ്യാൻ. ഓക്കെ, സിവിയറായി സ്റ്റൊമക്ക് പെയിൻ ഉണ്ടായപ്പോൾ ഞാൻ വിചാരിച്ചു റാബീസ് പൂച്ചയുടെ വിഷമോ എന്തെങ്കിലും നമ്മുടെ മേത്തേക്ക് കയറുകയാണോ. ഐ മീൻ ഹാലൂസിനേഷൻ. അതാണ് ശരി, ഹാലൂസിനേഷനിലായിരുന്നു ഞാൻ വിചാരിച്ചു വിഷം എൻ്റെ ഉള്ളിലേക്ക് കയറാണ്. ആ പേടി എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഡോക്ടറെ കാണിച്ചു, നിയറസ്റ്റ് ഡോക്ടർ. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, ഒരു വലിയ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവും നീ. ഓക്കെ, നീ അഡ്മിറ്റ് ആയിക്കഴിഞ്ഞാൽ അവർ ചെക്ക് ചെയ്തിട്ട് പറയും റാബീസ് ആണോ അല്ലേ. ഓക്കെ, ഇതാണ് ഉണ്ടായത്. ഗൈസ്, ആ ഡോക്ടർ അൽവി ഡോക്ടർ എന്നാണ് ഡോക്ടറുടെ പേര്. നല്ലൊരു ഡോക്ടറാണ്. ഡോക്ടർ പറഞ്ഞു എന്നോട്, നീ പോയിട്ട് വല്ലൂർനാട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവും. അപ്പോൾ എന്നോട് പറഞ്ഞു അഡ്മിറ്റ് ആയിക്കോ, അപ്പോൾ അവർ ചെക്ക് ചെയ്തിട്ട് പറയും റാബീസ് ആണോ അല്ലേ. അത് കേട്ടിട്ട് ഞാൻ വന്നു. എനിക്ക് എൻ്റെ ബ്രെയിൻ വർക്ക് ചെയ്യുന്നുണ്ടായില്ല ഗൈസ്. ആ സമയത്ത് ഞാൻ പെട്ടെന്ന് വീട്ടിൽ വന്നു. വീട്ടിൽ എല്ലാവരോടും പറഞ്ഞു എനിക്ക് ചെക്ക് ചെയ്യാൻ പോകണം, എനിക്ക് റാബീസ് ഉണ്ടെന്ന് സംശയമുണ്ട്, ചെക്ക് ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ വീട്ടുകാർ സമ്മതിച്ചില്ല ആദ്യം. എന്നിട്ട് ഞാൻ അഗ്രസീവായി കുറച്ച്. എന്നിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് ചെക്ക് ചെയ്യാൻ ഇപ്പം തന്നെ പോകണം. അപ്പോൾ വീട്ടുകാർ എന്നെ ആദ്യം ആലിസ്റ്ററിലേക്ക് കൊണ്ടുപോയി. അതും ഫോഴ്സ്ഫുള്ളി. എന്നോട് പറഞ്ഞു നിനക്ക് തലയ്ക്ക് പ്രാന്താണെന്ന്. എന്നിട്ട് ആലിസ്റ്ററിൽ കൊണ്ടുപോയി. ആലിസ്റ്ററിൻ്റെ ഡോക്ടർ പറഞ്ഞു തനിക്ക് വിഷമൊന്നും കയറിയിട്ടില്ല, തൻ്റെ തോന്നലാണ്, റാബീസ് ഒന്നും ഉണ്ടാവില്ല, 2 വീക്സ് എടുക്കും അതിൻ്റെ സിംറ്റംസ് തന്നെ ജനറേറ്റ് ആവാൻ. എന്നിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഡോക്ടർ എനിക്ക് പേടിയാണ്, എൻ്റെ ലൈഫ് ഉണ്ടോ ഇല്ലേ എന്നറിയില്ല ഡോക്ടർ പ്ലീസ് ഒരു വീക്ക് എനിക്കുള്ളൂ, ഡോക്ടർ എന്തെങ്കിലും ചെയ്യണം. അപ്പോൾ എന്നോട് PK ദാസ് പോയിട്ട് അഡ്മിറ്റ് ആവാൻ നീ. അപ്പോൾ അവർ ചെക്ക് ചെയ്ത് പറയും റാബീസ് ഉണ്ടോ ഇല്ലേ. അങ്ങനെ ഞങ്ങൾ PK ദാസിലേക്ക് പോയി. ടാക്സി പിടിച്ചിട്ട് എത്തി PK ദാസിൽ എത്തി, ബിഗ് ഹോസ്പിറ്റലിലെത്തി ഞങ്ങൾ. എന്നിട്ട് ഞങ്ങൾ അവിടെ എത്തിയതിന് ശേഷം ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു, കുറേ ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നു, പേഷ്യൻസിനെ നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഡോക്ടറോട് പറഞ്ഞു ഇങ്ങനെ സംശയമുണ്ട്, അങ്ങനെയാണ്, അതുകൊണ്ട് ഒന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ ഡോക്ടറോട് അങ്ങനെയൊന്നും ബാധിക്കില്ല, അങ്ങനെ ആണിച്ചാൽ 10 ദിവസം കൊണ്ട് പൂച്ച മരിക്കും. അത് കഴിഞ്ഞാൽ പൂച്ച മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം അത് റാബീസാണ് നമുക്കും ബാധിച്ചിരിക്കുന്നത്. അല്ലാണ്ട് നിങ്ങളൊരു പേടിയും മേടിക്കേണ്ട ആവശ്യമില്ല. ഡോക്ടർ ചെക്ക് ചെയ്തു. അത് കഴിഞ്ഞ ശേഷം വേറൊരു ഡോക്ടർ ഉണ്ടായിരുന്നു, ഒരു മെയിൽ ഡോക്ടർ. ഫസ്റ്റ് വാസ് ഫീമെയിൽ ഡോക്ടർ, ദെൻ അതർ വാസ് മെയിൽ ഡോക്ടർ. ഹീ ടോൾഡ് മീ വാട്ട് ഹാപ്പൻഡ്. ഞാൻ പറഞ്ഞു എല്ലാം എങ്ങനെയാണ് ഡോക്ടർ. അപ്പോൾ ഡോക്ടർ എന്ത് ചെയ്തു, ഡോക്ടർ എന്നെ റൂമിൽ കയറ്റിയിരുത്തിയിട്ട് എന്നോട് ചോദിച്ചു എന്തൊക്കെ. ഞാൻ പറഞ്ഞു ഡോക്ടർ എനിക്ക് പേടിയാണ്, മറ്റേ പൂച്ച കടിച്ചിട്ട് വിഷമൊറ്റ കയറിയോ അതോ റാബീസ് പകർന്നോ, എന്തെങ്കിലും ചെക്ക് ചെയ്യണം ഡോക്ടർ, അങ്ങനെ പറഞ്ഞു. അതിനുശേഷം ആ ഡോക്ടർ മാഡത്തിനോട് ചോദിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ എന്ത് ചെയ്തു, ഡയറക്റ്റ് എൻ്റെ ഒരു സൈക്കാട്രിക് ഡോക്ടറെ എൻ്റെ കേസിനെ അപ്പോയിൻറ്റ് ചെയ്തു. ഹീ ഷുഡ് ഹാവ് ചെക്ക്ഡ് ഇറ്റ്. പുള്ളിക്കാരൻ ചെക്ക് ചെയ്തിരുന്നെങ്കിൽ ജസ്റ്റ് റാബീസ് ഉണ്ടോ ഇല്ലേ എന്നാൽ നമുക്കും ഈസി ആയില്ല നമ്മുടെ വർക്ക്. വേണമെങ്കിൽ പുള്ളിക്കാരന് യെസ് ഇറ്റ്സ് ഹോസ്പിറ്റൽ, ഈ ക്യാൻ ഹാവ് മണി ആൻഡ് ഓൾ, അവർക്ക് നമുക്ക് ലൂട്ട് ചെയ്യണമെങ്കിൽ ലൂട്ട് ചെയ്യാം, അതൊരു കുഴപ്പമില്ല. പക്ഷേ അത് നോക്കണതിൻ്റെ മുന്നേ തന്നെ പുള്ളിക്കാരൻ ജസ്റ്റ് എനിക്ക് വട്ടാണെന്ന് ഇതാക്കിയിട്ട് ഒരു സൈക്കാട്രിക് ഡോക്ടറെ അപ്പോയിൻറ്റ് ചെയ്തു. എന്നിട്ട് പറഞ്ഞു 2 ദിവസം നിങ്ങൾ കടന്നോളൂ, എല്ലാം ശരിയായിക്കോളൂ എന്ന് പറഞ്ഞിട്ട് എന്നെ ഹോസ്പിറ്റലിലേക്ക് മേലെ ഒരു റൂം 718 റൂമിൽ എന്നെ അഡ്മിറ്റാക്കി. ഐ ഡോണ്ട് നോ, എനിക്ക് ഇതേവരെ അറിയില്ല. എന്നെയും എൻ്റെ ഫാദറും മദറും കൂടെ ഉണ്ടായിരുന്നു. എനിക്കറിയില്ല എന്താ സംഭവിച്ചത്. പക്ഷേ എൻ്റെ മദർ പിന്നീട് പോയി അവരോട് പറഞ്ഞു അത്രേ, എൻ്റെ മകൻ OCD ആണ്, അവന് വട്ടാണ് തലയ്ക്ക്, അങ്ങനെ അതുകൊണ്ട് അവനെ വട്ടിന് ചികിത്സിക്കണം എന്ന് പറഞ്ഞിട്ട് എന്നെ അവിടെ അപ്പോയിൻറ്റ് ചെയ്തു. എന്നിട്ട് എനിക്കിതറിയില്ല ഈ കാര്യം. വട്ടിന് വേണ്ടിയിട്ടാണ് അവർ എന്നെ ഹോസ്പിറ്റലിൽ മറ്റേ റൂം തന്നിട്ട് അവിടെ എന്നെ വട്ടിന് വേണ്ടി ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവരെന്നെ ഹോസ്പിറ്റലിൽ
ഇത് ചെയ്ത് അപ്പോയിൻറ്റ് ചെയ്തു. സ്റ്റാർട്ടഡ് കോളിങ് OCD. ഐ ഹാവ് OCD, എനിക്ക് OCD ഉണ്ട് അത്ര, അത് ഇത് ചെയ്യാനാണ്. അപ്പോൾ ഞാൻ കേട്ടു, ഞാൻ ജസ്റ്റ് ഇഗ്നോർ ചെയ്തു അതൊക്കെ. ഞാൻ വെച്ചു നോക്കണമല്ലോ, റാബീസ് ടെസ്റ്റ് ചെയ്തിട്ട് എന്താ പറയുക, പൂച്ച മാന്തിയത് വല്ല ഇൻഫെക്ഷൻ ഉണ്ടായോ, അത്രേ ഞാൻ കരുതിയിരുന്നു. ഞാൻ റൂമിൽ പോയി ഞാൻ അഡ്മിറ്റായി. വേറെ അതർ ഡോക്ടേഴ്സ് ദേ വുഡ് ഹാവ് ചെക്ക്ഡ് ഇറ്റ്. അവർ ചെക്ക് ചെയ്താൽ ഞങ്ങൾക്കും പോവാം, എന്തെങ്കിലും മെഡിസിൻ കഴിച്ചിട്ട് അതിന് പ്രിക്കോഷൻ എടുക്കാം, അങ്ങനെ എന്തെങ്കിലും അഡ്വൈസ് തരാം, ഒന്നുമില്ല. ജസ്റ്റ് ദേ അപ്പോയിൻറ്റഡ് എ സൈക്കാട്രിസ്റ്റ് ടു ട്രീറ്റ് മീ. ഒരു സൈക്കാട്രിസ്റ്റിനെ അപ്പോയിൻറ്റ് ചെയ്തു എന്നെ ട്രീറ്റ് ചെയ്യാൻ. എന്നിട്ട് എന്താ പറയുക, എന്നെ റൂമിൽ കിടത്തി അഡ്മിറ്റാക്കി. വാട്ട് ദ ടാബ്ലറ്റ്സ്, ലുക്ക് അറ്റ് ദിസ്, ദീസ് ആർ ദ ടാബ്ലറ്റ്സ്. ഓക്കെ, ദീസ് ആർ ദ ടാബ്ലറ്റ്സ് ദേ ഗേവ് മീ. ഓക്കെ, ഐ ജസ്റ്റ് റിസർച്ച്ഡ് ഇറ്റ് ആൻഡ് ഐ വിൽ ടെൽ യു വാട്ട്സ് നെക്സ്റ്റ്. ഫസ്റ്റ് ഡേ ടാബ്ലറ്റ് തരാൻ തുടങ്ങി. എന്താ സെക്കൻഡ് ഡേ, ഫസ്റ്റ് ഡേ ഞാൻ നന്നായിട്ട് സ്ലീപ്പ് ചെയ്തു. സെക്കൻഡ് ഡേ ടാബ്ലറ്റ് തന്നു. സെക്കൻഡ് ഡേ ടാബ്ലറ്റ് തന്നതിന് ശേഷം ഐ വാസ് നോട്ട് ഏബിൾ ടു സീ ഫേസസ് ഓഫ് പീപ്പിൾ. ഐ വാസ് ജസ്റ്റ് സ്ലീപ്പിനെസ്. ഐ വാസ് ജസ്റ്റ് കണ്ണടഞ്ഞു പോയിരുന്നു. എൻ്റെ അത്രയ്ക്ക് എന്താ പറയുക ഡോസായിരുന്നു ആ ടാബ്ലറ്റിൻ്റെ. എന്താ പറയുക, സ്ലീപ്പിംഗ് പിൽസാണെന്ന് എനിക്ക് മനസ്സിലായത് ലാസ്റ്റിലാണ്. സ്ലീപ്പിംഗ് പിൽസാണ് എല്ലാവർക്കും അവർ കൊടുക്കുന്നത് സ്ഥിരമായിട്ട്, ഡെയിലി, ഫോർ നോട്ട് ഇൻ ദ നൈറ്റ്, ഡേ ടൈമിൽ പോലും സ്ലീപ്പിംഗ് പിൽസാണ് അവർ കൊടുക്കുന്നത്. സ്ലീപ്പിംഗ് പിൽസ് ആർ വെരി ഡേഞ്ചറസ്. ദേ ക്യാൻ ഈവൻ കിൽ പീപ്പിൾ. സ്ലീപ്പിംഗ് പിൽസ് ആർ ആക്ച്വലി ഫേറ്റൽ. മെഡിക്കൽസിൽ റെഡ് സ്ലിപ്പ് കൊടുത്തു കഴിഞ്ഞാലാണ് ഇത് കൊടുക്കുള്ളൂ എന്ന് എൻ്റെ ഫ്രണ്ട് പറഞ്ഞു. റെഡ് സ്ലിപ്പ് കൊടുത്തു കഴിഞ്ഞാലാണ് സ്ലീപ്പിംഗ് പിൽസ് കൊടുക്കുള്ളൂ. ഇവർ ഓപ്പൺലി സ്ലീപ്പിംഗ് പിൽസ് തരാൻ തുടങ്ങി ഡെയിലി. 8 days ഗൈസ് ഐ വാസ് ഇൻ, ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനത്തെ, എനിക്ക് ആരും നോക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, ഒന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ആ സ്ഥിതിയിലായിരുന്നു ഗൈസ് ഞാൻ. അത് ഡെയിലി വന്നിട്ട് എന്നോട് പറയും അതിൻ്റെ മെയിൻ ഡോക്ടേഴ്സ്, നല്ല ക്ലീൻലിനെസ് കേട്ടോ, ക്ലീൻലിനെസ് നല്ലതാണ്, ഫുൾ രാവിലെ ക്ലീൻ ചെയ്യും, എല്ലാം ചെയ്യും. റെപ്യൂട്ടേഷൻ ഭയങ്കര ഹൈ റെപ്യൂട്ടേഷനാണ്. ബട്ട് ട്രീറ്റിംഗ് പീപ്പിൾ. സെക്കൻഡ് ഡേ വന്നിട്ട് ഡോക്ടർ എന്നോട് പറഞ്ഞു, എന്താ പറയുക, ഡോക്ടർ വന്നു സെക്കൻഡ് ഡേ ഡോക്ടർ വന്നു. ഡോക്ടർ വന്നിട്ട് എന്നോട് പറഞ്ഞു എങ്ങനെയുണ്ട്. ഞാൻ പറഞ്ഞു ഡോക്ടർ എന്താ പറയുക, ഉറക്കം വന്നു, സംസാരിക്കാൻ വയ്യ. അപ്പോൾ എന്നോട് പറഞ്ഞു ഗുളിക കഴിക്കണം. എനിക്കറിയണ്ടല്ല ഗുളിക ഇത് ഇവർ എന്താ പറയുക മാനസികമായിട്ട് ആണോ എന്നെ ചികിത്സിക്കുന്നുണ്ടായിരുന്നത്, അതോ ഇവർ റാബീസ് ടെസ്റ്റ് ചെയ്തിട്ട് എന്താ പറയുക റാബീസ് ഉണ്ടോ ഇല്ലയെന്നാണോ നോക്കുന്നുണ്ടായിരുന്നത്. അതല്ല നോക്കിയത് അവർ എന്നെ പ്രാന്ത് പിടിപ്പിക്കാൻ, ഒരു നോർമൽ പേഴ്സണെ പ്രാന്ത് പിടിപ്പിക്കാനുള്ള എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെയാണ് അവർ ചെയ്യുന്നുണ്ടായിരുന്നത്. സ്ലീപ്പിംഗ് പിൽസ് തരിക, അവരെ എന്താ പറയുക, അവരെ ഡിസീനെസ്സിൽ ഇട്ട് കളയുക. ഡെയിലി ഡോക്ടർ കംസ് ടു ചെക്ക് ദ പേഴ്സൺ. ആഫ്റ്റർവേർഡ് വൺ ടൈം, ഒറ്റ സമയം വരുള്ളൂ ഡോക്ടർ, മോർണിംഗ് 11 o'clock. അത് കഴിഞ്ഞാൽ പിന്നെ വരില്ല. തേർഡ് ഡേ എൻ്റെ മദറിനോട് പറഞ്ഞു അഡ്വാൻസ് അടയ്ക്കണം 10,000 rupees. മദർ അടച്ചു പോയിട്ട് 10,000 rupees, മീനിങ് 3 daysൻ്റെ 10,000 rupees. ഓക്കെ, ഇറ്റ്സ് ഫൈൻ, ബട്ട് ഇഫ് ദേ ക്യാൻ ട്രീറ്റ് ഗുഡ് ദാറ്റ്സ് ഓക്കെ. ഐ മീൻ ഞങ്ങൾ അത്ര പാവപ്പെട്ട ഫാമിലി തന്നെയാണ്, ബട്ട് എന്താ പറയുക അത് അടയ്ക്കാൻ പറഞ്ഞു 10,000. മോം അടച്ചു, എൻ്റെ മദർ അടച്ചു 10,000 rupees. എന്നിട്ട് ഗൈസ് എനിക്ക് ഒരു നേഴ്സ് പോലും എൻ്റെ കേസിൽ എന്നെ നോക്കാൻ വന്നിട്ടില്ല. അവിടെ 5 nurse ഉണ്ട്. ഒരു നേഴ്സ് പോലും എന്നെ എന്താ പറയുക നോക്കാനോ ചികിത്സിക്കാനോ മരുന്ന് തരാനോ സ്റ്റാർട്ടിങ് 3rd 4th ഡേയിൽ വന്നിട്ടില്ല. 5th day തൊട്ടിട്ടാണ് നേഴ്സസ് ജസ്റ്റ് എന്താ പറയുക എൻ്റെ ഇഗ്നോർ OCD കേസാണെന്ന് പറഞ്ഞിട്ട് നഴ്സസ് വരാൻ തുടങ്ങി. അതും ജസ്റ്റ് ഒരു വിലയില്ല. നമ്മൾ ഒരു പേഷ്യൻ്റ് ഒരു എന്താ പറയുക ഒരു തുച്ഛ ജസ്റ്റ് ഒരു ടാബ്ലറ്റ് നമ്മളോടൊക്കെ മറ്റേ ഓരോ സംസാരിക്കുക. അവർ എന്താ അങ്ങനെ ദാദാഗിരി ടൈപ്പ് അതാണ് സംസാരിക്കാൻ നഴ്സസ്. കുഴപ്പമില്ല, ഓക്കെ ഫൈൻ, വി ക്യാൻ അഡ്ജസ്റ്റ്. ഗൈസ് ഒരു ടാബ്ലറ്റ് ഉണ്ട്, ഏതോ ഒരു ടാബ്ലറ്റ് ഉണ്ട്, സിസോഡോണോ അത് ഏതോ ടാബ്ലറ്റ്. ആ ടാബ്ലറ്റ് കഴിച്ച് കഴിഞ്ഞാൽ ഗൈസ് അത് എന്തിനുള്ള ടാബ്ലറ്റാണ്, അതിൻ്റെ സൈഡ് എഫക്ട്സ് എന്നറിയോ? അതിൻ്റെ സൈഡ് എഫക്ട്സ് സീസറാണ്. സീസർ ഇൻ ദ സെൻസ് ഗൈസ് നമുക്ക് വരില്ല, മത്ത് എന്ന് പറയും. മത്ത് എന്താ പറയുക, ഒരു തരം റാബീസ് ഉണ്ടാകുമ്പോൾ ഉള്ള ഇതില്ലേ, റാബീസ് വരുത്താൻ വേണ്ടിയിട്ടുള്ള എന്താ പറയുക ടാബ്ലറ്റാണ് എനിക്ക് തരണം. അല്ല റാബീസിന് റിലേറ്റഡ് ടാബ്ലറ്റ് അല്ല, റാബീസ് ടൈപ്പ് ഇങ്ങനെ സീസർ ഉണ്ടാവില്ലേ, ആ ടാബ്ലറ്റാണ് എനിക്ക് തന്നിരുന്നത് അവർ. ഞാൻ പിന്നീട് വീട്ടിൽ വന്നിട്ട് ചെക്ക് ചെയ്തപ്പോഴാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നല്ലേ ലിസ്റ്റ് എന്താ പറയുക സീസർ വരുന്നത്, ഡിസീനസ് വരുന്നത്, നമുക്ക് തിങ്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിലാവണ ടാബ്ലറ്റ്സ്. ആ ടാബ്ലറ്റ്സിൻ്റെ എന്താ പറയുക ഞാൻ കാണിച്ചു തരാം. അങ്ങനെയാണ് ആ ടാബ്ലറ്റ്സിൻ്റെ സൈഡ് എഫക്ട്സ് ചെയ്തിരിക്കുന്നത് ഇൻ്റർനെറ്റിൽ. ആ ടാബ്ലറ്റ്സിൻ്റെ സൈഡ് എഫക്ട്സ് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതാണ് നെറ്റിലത്തെ ആ പേജ്, ഇതാണ് അതിൻ്റെ സൈഡ് എഫക്ട്സ് ഗൈസ്. ഇതാണ് ആ ടാബ്ലറ്റ്സ്, പറഞ്ഞ ടാബ്ലറ്റ്സ്. ഡിസീനസ് വരുന്നതും നമുക്ക് തിങ്ക് ചെയ്യാൻ പറ്റാതെ ആവണ കണ്ടീഷനിൽ തരുന്ന ടാബ്ലറ്റ്സും അതാണ് അവർ തരുന്നത്. ബട്ട് ദ ഫുഡ് സർവീസസ്, കേട് വന്ന ഭക്ഷണം
കേടുവന്ന ഭക്ഷണമാണ്. ഞങ്ങൾ കംപ്ലയിൻറ്റ് പോലും ചെയ്യാൻ പറ്റില്ല. നമുക്ക് കേടുവന്ന ഭക്ഷണമാണ് അവരുടെ ക്യാൻറ്റീനിൽ പോലും നമുക്ക് കൊണ്ടു തരുന്നത്. ചീഞ്ഞ് നാറിയ മണമായിരിക്കും. റിയാലിറ്റി പറയാണ്, ഒരു ഫുഡ് എന്ന് പറഞ്ഞാൽ ഒരു ടേസ്റ്റ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, ടേസ്റ്റ് ഇല്ലെങ്കിലും അത് സ്പോയിൽഡ് ഫുഡാണ് അവർ പേഷ്യൻസിന് കൊടുക്കുന്നത്. കംപ്ലയിൻറ്റ് ചെയ്യാൻ നോക്കി. കംപ്ലയിൻറ്റ് ചെയ്തപ്പോൾ പറയാം നിങ്ങളുടെ സമയമനുസരിച്ച് നിങ്ങൾക്ക് തരാൻ വയ്യാന്ന് പറഞ്ഞ് ആർഗ്യുമെൻറ്റ് ചെയ്തു ഗൈസ്. പിന്നെ ഇഗ്നോർ ചെയ്തു. എന്താ പറയുക, വലിയ ഹോസ്പിറ്റലല്ല, ഒന്നും പറയാൻ പറ്റില്ല നമുക്ക്. എനിക്ക് ഒരു വയർവേന ഉണ്ടായി. എനിക്കൊരു വയർവേന, കുറച്ച് ഭക്ഷണം കൂടുതൽ കഴിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, സർ ആക്ച്വലി എനിക്ക് തോന്നുന്നു എൻ്റെ വയറിൽ എന്തോ ഉണ്ട്, ഒന്ന് ചെക്ക് ചെയ്യാൻ പറ്റുമോ, സ്കാൻ ചെയ്യാൻ പറ്റുമോ? അപ്പോൾ എന്നോട് ഒന്ന് ചെക്ക് ചെയ്യാനൊന്നും പറ്റില്ല, അതൊക്കെ നിങ്ങൾക്ക് തോന്നലാന്ന്. ഞാൻ എനിക്ക് നല്ലോണം വയറുവേദന എനിക്കുണ്ട്. അല്ലല്ല, ഡോക്ടർ പറയാ, എന്താ പറയുക, അല്ലല്ല നിങ്ങൾക്ക് അങ്ങനെയൊക്കെ വേദന ഉണ്ടെങ്കിൽ നിങ്ങൾ കരയില്ലേ? ഞാൻ പറഞ്ഞു, ഡോക്ടർ എനിക്ക് വേദന ഉണ്ട്, വയറ് നല്ലോണം വേദന ഉണ്ട് ഡോക്ടർ. അപ്പോൾ പറയാം, അല്ല നിങ്ങൾ കരയണം, നാലെയാണ് ഞങ്ങൾ സ്കാൻ ചെയ്യുള്ളൂ, നിങ്ങൾ കരഞ്ഞു കഴിഞ്ഞാൽ മാത്രം. ഇങ്ങനെയാണ് എന്നോട് മുഖത്തോട് അടിച്ചിട്ട് പറഞ്ഞു ഡോക്ടർ, ആസ് ഇഫ് ഹി സ്റ്റഡീഡ് ആൻഡ് വി ആർ ജസ്റ്റ് പേഷ്യൻസ്. നിങ്ങൾ കരഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ബിലീവ് ആവാൻ പറ്റുള്ളൂ നിങ്ങളുടെ വയറിന് വേദന. ഞാൻ പറഞ്ഞു, ഡോക്ടർ എന്തെങ്കിലും ഒരു ഭക്ഷണത്തിന് പോയ എന്തെങ്കിലും ആയിക്കൂടെ ഡോക്ടർ, എന്തെങ്കിലും ഒരു സ്കാൻ ചെയ്തൂടെ ഡോക്ടർ? അപ്പോൾ ഫൈനലി എഗ്രി ചെയ്തു, എന്താ പറയുക, സ്കാൻ ചെയ്യാൻ. നെക്സ്റ്റ് ഡേ ഞാൻ ചോദിച്ചു, ഡോക്ടർ സ്കാൻ ചെയ്യുന്നില്ലേ? നെക്സ്റ്റ് ഡേ, ഡോക്ടർ സ്കാൻ ചെയ്യുന്നില്ലേ? ഇന്നും വേദന ഉണ്ട് ഡോക്ടർ, മോർണിംഗ് മുതൽ വേദന ഉണ്ട് ഡോക്ടർ, എന്തെങ്കിലും ചെയ്യും? അപ്പോൾ പറയാം, സ്കാൻ ചെയ്യാനൊന്നും പറ്റില്ല, നിങ്ങൾ കരഞ്ഞിട്ടില്ലല്ലോ. നിങ്ങൾ കരഞ്ഞാൽ മാത്രമേ ഇത് നിങ്ങൾക്ക് തോന്നും ഇങ്ങനെയൊക്കെ ഞാൻ പറയാനുണ്ടാക്കിയിട്ട്. ബട്ട് ഡോക്ടർ ടോൾഡ് മീ ലൈക്ക് ദിസ്, ഐ വിൽ ടെൽ യു. വയറുവേദനയൊക്കെ ഉണ്ടാകുമ്പോൾ ഇങ്ങനൊന്നുമല്ലോ, ഇതൊക്കെ ചെറിയ വയറുവേദനയല്ലേ. അവന് ഡോക്ടർ സിവിയറായിട്ട് എനിക്ക് പെയിൻ ഉണ്ട് ഡോക്ടർ, വയറിന് എന്തെങ്കിലും കഴിച്ചപ്പോൾ ഉണ്ടായതാണോ, ഫുഡ് പോയ്സണിങ് അറിയില്ല, ഒന്ന് ചെക്ക് ചെയ്യണം ഡോക്ടർ, സ്കാൻ ചെയ്യണം. ഇങ്ങനെയൊന്നുമല്ല, അതൊക്കെ നിങ്ങൾ കുറേ കരഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ഞങ്ങൾ അവിടെ കൊണ്ടുപോകുള്ളൂ. മുഖത്തടിച്ച് പറഞ്ഞു ഡോക്ടർ. ഞങ്ങൾ എന്താ പറയുക, ഡോക്ടറല്ലേ, എന്താ പറയുക. ഫോർത്ത് ഡേ ഞാൻ ജസ്റ്റ് എന്താ പറയുക, പിന്നെ എനിക്ക് വയറുവേദന ഉണ്ടായി. അവിടുത്തെ ഫുഡ് കംപ്ലയിൻ്റാണ് ഞാൻ പറഞ്ഞില്ലേ, അത് കഴിച്ചിട്ടായിരിക്കാം, എന്തെങ്കിലും ആയിരിക്കാം. സ്കാനൊന്നും ചെയ്തില്ല അവർ. എന്താ, ജസ്റ്റ് ഒരു മെഡിസിൻ തന്നു. ആ മെഡിസിൻ തന്നതിന് ശേഷം, ഒരു മെഡിസിൻ ഉണ്ട്, ഒരു വയറുവേദനയ്ക്ക് ഒരു മെഡിസിൻ തന്നു എനിക്ക്. ആ മെഡിസിൻ തന്നതിന് ശേഷം ഗായ്സ്, എൻ്റെ വയറ് ഐ വുഡ് ഡൈ, അത്രയ്ക്ക് വേദനയായി. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഡോക്ടർ ഒരു കാര്യം ചെയ്യും, ഫുഡ് കഴിക്കുക, എന്താ പറയുക, ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ശരിയാവും. ഫുഡ് കഴിച്ചിട്ടും ശരിയല്ല, ഫുഡ് കഴിച്ചിട്ട് വയറുവേദന ഉണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, എന്താ പറയുക, നിങ്ങളെ മിസ്റ്റേക്കാണ്, നിങ്ങൾ എങ്ങനെ നിങ്ങൾക്ക് തോന്നലാണ് വയറുവേദന, അല്ലാണ്ട് വയറുവേദന ഉണ്ടായതല്ല. ഈവൻ ദ മൊമെൻറ്റ് ഐ ടോൾഡ് ഹിം എനിക്ക് വയറുവേദനിക്കുന്നു, പുള്ളി എപ്പോഴാണ് വന്നത് അറിയോ? പുള്ളി മോർണിംഗിൽ ഞാൻ വയറുവേദനിക്കുന്നു പറഞ്ഞപ്പോൾ വൈകുന്നേരമാണ് വന്നത് പുള്ളി. ഈവനിങ് ടൈമിലാണ് വന്നത്. വയറ് വേദനിച്ചിട്ട് വരുന്നത് ഗായ്സ്. ഓട്ടോമാറ്റിക്കലി അത് ആ വയറുവേദന കുറച്ച് വെള്ളമൊക്കെ കുടിച്ചപ്പോൾ ഇതായതുകൊണ്ട് രക്ഷപ്പെട്ടു ഗായ്സ്. ഇല്ലെങ്കിൽ ഞാൻ ആ ചത്താനെ വയറുവേദനയായിട്ട് ഗായ്സ് ഞാൻ ഡിസ്ചാർജായി ഞാൻ വീട്ടിലേക്ക് എത്തുമ്പോൾ എനിക്കൊന്നും, എൻ്റെ ഫാദർ ഇരുന്ന് സീരിയൽ കണ്ടായിരുന്നു, എൻ്റെ ഫാദറിന് എൻ്റെ കൂടെ സീരിയലോ, എനിക്കൊന്നിനും മനസ്സ് തോന്നുന്നില്ല, ഒന്നും കാണാൻ തോന്നില്ല, ഒന്നും ചെയ്യാൻ തോന്നില്ല. വെറും അവർ തരുന്ന ടാബ്ലറ്റ്സ് ഗായ്സ്, എപ്പോഴെങ്കിലും കൊണ്ടുവന്നിട്ട് ടാബ്ലറ്റ് തരും, ഇത് മേടിച്ചോ അത് പറഞ്ഞിട്ട് അവർ തരും. ടാബ്ലറ്റ് 100 മേടിപ്പിച്ച് വെച്ചാൽ അതിൽ 1-2 നമുക്ക് തരുള്ളൂ നഴ്സസ്. ഓക്കെ, അത് തന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡോക്ടർ നമുക്കില്ല, ഇങ്ങനെ ജസ്റ്റ് എന്ത് ചെയ്താൽ നമുക്ക് സ്ലീപ്പ് വരും സ്പോട്ടിൽ. എന്നിട്ട് അത് ഫൈനലി ഞങ്ങൾ പറഞ്ഞു ഡിസ്ചാർജ് വേണം. ഡോക്ടറിന് പറ്റില്ല, നിങ്ങൾക്ക് മൺഡേ വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യണം, കാരണം മൺഡേ വരെ അവർക്ക് ഉറക്ക ഗുളിക തന്ന് നമ്മളെ കൊല്ലണം, അഡിക്റ്റഡ് ആക്കണം. അതല്ല അവരുടെ ട്രീറ്റ്മെൻറ്റ്. റാബീസിനുള്ള ട്രീറ്റ്മെൻറ്റാണ് ഉറക്ക ഗുളിക കൊടുക്കുക, അതാണ് അവരുടെ ട്രീറ്റ്മെൻറ്റ്. എന്താ പറയുക, എന്നിട്ട് ഞങ്ങൾ എങ്ങനെയൊക്കെയോ ഡിസ്ചാർജ്, അമ്മാവൻ്റെ പിറന്നാളിന് അങ്ങനെ പറഞ്ഞിട്ട് ഡിസ്ചാർജ് മേടിപ്പിച്ചു ഫൈനലി. അപ്പോൾ പറഞ്ഞു, നിങ്ങൾ കമ്പൽസറി കാണിച്ചാൽ നിങ്ങൾക്ക് തരും, പക്ഷേ ഞങ്ങൾ എന്തെങ്കിലും ഉത്തരവാദിയല്ല, നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങളാണ് റെസ്പോൺസിബിൾ, ചത്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും നിങ്ങളാണ് റെസ്പോൺസിബിൾ, അതുകൊണ്ട് ഞങ്ങളോട് പറയരുത്, ഞങ്ങൾ വേണമെങ്കിൽ സൈൻ ചെയ്ത് തരാം. എന്നിട്ട് ഫൈനലി ഞങ്ങൾ സൈൻ ചെയ്ത് കൊടുത്തപ്പോഴാണ് ഞങ്ങളെ ഡിസ്ചാർജ് ആക്കിയത്. അവരുടെ മനസ്ഥിതി ഇങ്ങനെയായിരുന്നു, ഒരാഴ്ച കൂടി ഉറക്ക ഗുളികയും ഇതൊക്കെ തന്നിട്ട് വട്ടുപിടിപ്പിക്കുക പേഷ്യൻറ്റ്, കാരണം സൈക്കാട്രിസ്റ്റ് അല്ലേ. ദിസ് ഇസ് റിയാലിറ്റി ഓഫ് PK ദാസ്, ബിഗ്ഗസ്റ്റ് ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ കോളേജ് ഓൾസോ. ഗൈസ് അവിടെ ഒന്നും ഒരിക്കലും പോയി പെടരുത് ഗൈസ്, അത് എൻ്റെ ഒരു അനുഭവമാണ്. എന്നിട്ട് ഞാൻ വീട്ടിലെത്തി. ഞാൻ ഒരു കാര്യം കൂടി പറയാം, ഒരു സെക്കൻഡ്. ഞാൻ ആ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലെത്തിയപ്പോൾ അവരൊരു ടാബ്ലറ്റ് തന്നിരുന്നു. ഉച്ചയ്ക്കാണ് ഞങ്ങൾ അവിടെ നിന്ന് പുറപ്പെട്ട്, മോർണിംഗിൽ ടാബ്ലറ്റ് തന്നിരുന്നു. ആ ടാബ്ലറ്റ് എത്ര ഹെവിയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ആ ടാബ്ലറ്റ് എത്തിയിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ കയറിയിട്ടുണ്ട് ഗൈസ്. എനിക്ക്
സഫോക്കേഷൻ തോന്നി ഗൈസ്. എനിക്ക് ആ ടാബ്ലറ്റ് കഴിച്ചതിന് ശേഷം എനിക്ക് സഫോക്കേഷൻ, എനിക്ക് ശ്വാസം വലിക്കാൻ വയ്യ, ആ രീതിയിലായി ഗൈസ്. അത് വൈകുന്നേരം വരെ 3 to 5 മാക്സിമം ആ സഫോക്കേഷൻ ഉണ്ടായി ഗൈസ്. എന്നിട്ട് ഞാൻ എൻ്റെ മദറിനോട് പറഞ്ഞു ഞാൻ ഈ ടാബ്ലറ്റ് കഴിക്കില്ല. അത് കഴിഞ്ഞതിന് ശേഷം ആ ടാബ്ലറ്റ് ഞാൻ കഴിച്ചില്ല, ഉറക്ക ഗുളിക ആ ടാബ്ലറ്റ്. ഞാൻ ഒന്ന് ചെക്ക് ചെയ്തു, നെറ്റിൽ പോയി ഗൈസ്. ശക്തി ഉണ്ടായിരുന്നില്ല തീരെ. ആ ടാബ്ലറ്റ് കുറച്ച് നേരം കഴിഞ്ഞിട്ട് എന്താ പറയുക 5 ആയപ്പോൾ എനിക്ക് വിശപ്പ് തോന്നി, ഞാൻ കഴിച്ചു. അപ്പോൾ എൻ്റെ വയറ് ഭേദമായി. അപ്പോൾ ഞാൻ ചെക്ക് ചെയ്തു നെറ്റിൽ പോയിട്ട് ഈ ടാബ്ലറ്റ്സ് എന്താണ് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഗൈസ്, വാട്ട്സ് ബിഹൈൻഡ് ദിസ്. ദേ വോണ്ട് കസ്റ്റമേഴ്സ്. അവർക്ക് എന്താ പറയുക, കസ്റ്റമേഴ്സിനെ വേണം. അവർക്ക് ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യാറില്ല. അവർക്ക് വെറും ഉറക്ക ഗുളിക കൊടുത്തിട്ട് എന്താ പറയുക കിടത്താനും എന്താ പറയുക ആളെ കൊല്ലാനുള്ള എന്തൊക്കെ വഴികളുണ്ട് അതൊക്കെയാണ് അവർ ഈ ഹോസ്പിറ്റലിൽ ചെയ്യുന്നത്. ബിക്കോസ് എനിക്കിത് പറയുമ്പോൾ ഫാൻസ് അസോസിയേഷനും ഉണ്ടാവും. ബട്ട് ഐ ആം ടെലിംഗ് ദ റിയാലിറ്റി. നെവർ ഗോ ടു PK Das ഹോസ്പിറ്റൽ. പീപ്പിൾ ബ്ലൈൻഡ്ലി ബിലീവ് ദോസ് തിങ്സ്. ക്ലീൻലിനെസ് നല്ലതാണ്, പക്ഷേ ട്രീറ്റ്മെൻറ്റ് ഗായ്സ് നമ്മളെ കൊല്ലും. 20,000 രൂപയായിരുന്നു ബില്ല്. എന്താ ട്രീറ്റ് ചെയ്തവർ? ഉറക്ക ഗുളിക തന്നിട്ട് മയക്കി കിടത്തെ. റാബീസിൻ്റെ ട്രീറ്റ്മെൻറ്റ് അതാണോ ഗൈസ് വേണ്ടത്? ഗൈസ് നെവർ ഗോ ടു ദിസ് ഹോസ്പിറ്റൽ. അക്കോർഡിംഗ് ടു മീ, ദാറ്റ്സ് മൈ പേഴ്സണൽ എക്സ്പീരിയൻസ് ഗൈസ്. നെവർ ഗോ. ദാറ്റ്സ് എ ട്രാപ്പ്. പിന്നെ നിങ്ങൾക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. ഡിസ്ചാർജ് അടക്കം തരില്ല അവർ ഗൈസ്. ഇന്ന് എനിക്ക് ഈ വീഡിയോ ഉണ്ടാക്കാൻ പറ്റുന്നത് ഞാൻ ആ ടാബ്ലറ്റ് കഴിക്കാത്തതുകൊണ്ടാണ്. ആ വട്ടൻ്റെ ടാബ്ലറ്റ് ഞാൻ കഴിക്കില്ല എന്ന് പറഞ്ഞു വീട്ടിൽ. അങ്ങനെ അടി ഉണ്ടാക്കിയപ്പോഴാണ്, അങ്ങനെ പറഞ്ഞപ്പോഴാണ് വീട്ടിൽ എന്താ പറയുക അവർ പറഞ്ഞു ടാബ്ലറ്റ് കഴിക്കണം. അങ്ങനെ എൻ്റെ മദർ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഡോസോ സ്ലീപ്പിംഗ് ടാബ്ലറ്റ്സോ ഞാൻ കഴിക്കില്ല. കാരണം എനിക്ക് സഫോക്കേഷൻ ആവും അത് കഴിച്ചു കഴിഞ്ഞാൽ. അതുകൊണ്ട് ഞാൻ ആ ടാബ്ലറ്റ്സ് കിട്ടും. ആൻഡ് ഐ വിൽ നെവർ ഗോ ടു ബിഗ് ഹോസ്പിറ്റൽ. ഐ വിൽ ഗോ ടു സ്മോൾ ഡോക്ടേഴ്സ്. ദേ വിൽ ട്രീറ്റ് ബെറ്റർ ദാൻ ബിഗ് ഹോസ്പിറ്റൽസ്. ദാറ്റ്സ് റിയാലിറ്റി. PK Das ഈസ് just money maker. That's it. That's reality. Guys, if I die because of side effects of this medicine, then PK Das is responsible. That's what I want to say. എനിക്ക് തീരെ വയ്യ. ഒരു പാരസെറ്റമോൾ കഴിച്ചിട്ടായിരിക്കണം. അറിയില്ല ഇതിൻ്റെ ഇവർ അഡിക്റ്റഡ് ചെയ്ത ഈ ഒരു മെഡിസിൻസ് റിയാക്ട് ചെയ്യുമോ. ഇത് ഗൈസ് എൻ്റെ ഒരു ഫീലിംഗ് ആണ് ഗൈസ്. തീരെ എനിക്ക് ഒന്നിനും വയ്യ, ഒന്നിനും. If I die, they are responsible because they make patients and they increase death rate. They make patients and they create bill 28,000 rupees just for doing nothing. ഒന്നും ചെയ്തിട്ടില്ല അവർ. ജസ്റ്റ് ഉറക്ക ഗുളിക തന്നു ഡെയിലി. അഡിക്റ്റഡ് ആക്കി ഉറക്ക ഗുളിക. അതാണ് അവർ ചെയ്തത്. അതാണ് അവരുടെ ട്രീറ്റ്മെൻറ്റ് ഫോർ റാബീസ്. Never go to this hospital guys. You will literally die there. You will not be able to come out of that. They will never give discharge also. Thank you guys. Hope you like this information, and that's my experience, personal experience. Thank you guys. Like, share, subscribe. If you like this video, share it to everyone. Thank you guys. Bye.